ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ അമ്മ മനസ്സിൻ്റെ എപ്പിസോഡ് ഇന്നത്തേക്ക് തീരെയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എനിക്കിത് ഫുള്ളാക്കാൻ പറ്റും എന്നുള്ളത്. ഒന്നാമത് കട്ടായി പറഞ്ഞിട്ട് തന്നെ എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നോട് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. പക്ഷേ ഫൈനലി എനിക്കിതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് പറയാൻ വേണ്ടി പറ്റുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തമിഴ് സീരിയലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിത് തമിഴിൽ നോക്കിയിട്ട് ഡബ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. മലയാളത്തിൽ സീരിയൽ ഇത്രയും ആയിട്ടില്ല. മലയാളത്തിൽ സീരിയൽ ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ തമിഴ് നോക്കി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞത്. പക്ഷേ സത്യം പറയാലോ, എനിക്ക് യൂട്യൂബിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് നേടിത്തന്നതും യൂട്യൂബിൽ എനിക്ക് എൻ്റേതായ ഒരു ഇടം നേടിത്തന്നതും ഈ സീരിയൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എത്രയൊക്കെ മോശം പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും എനിക്ക് ഈ സീരിയലിനോട് പ്രത്യേകിച്ചൊരു നന്ദി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ സ്ഥിരമായിട്ട് വോയിസ് കേൾക്കുന്നവരാണെങ്കിലും എനിക്ക് കമൻ്റ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. ഞാൻ പ്രസവിച്ചിട്ട് ട്വിൻസായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത സമയമാണ്. പണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സീരിയൽ പറഞ്ഞിട്ട് കിട്ടുന്ന റവന്യൂ വലിയ ഉപകാരമായിരുന്നു കേട്ടോ. ആ സമയത്താണെങ്കിലും എനിക്ക് ഒരുപാട് വ്യൂസും ഒക്കെ കിട്ടിയൊരു ടൈമായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ ഒരു വിധിയായിരിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഒരു മോൻ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കഥ കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമായിരുന്നു മോൻ്റെ സൗണ്ട് അധികം വോയിസിലും വരാറുണ്ട്. അപ്പോൾ ആളുടെ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ രാത്രി 12 മണിക്കൊക്കെയാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്ന കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഫൈനലി ഞാൻ ഈ സീരിയലിലെ ലാസ്റ്റ് എപ്പിസോഡ് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പൊട്ട സീരിയൽ, പൊട്ട കഥ ഫൈനലി കഥ അവസാനിക്കുകയാണ്. എല്ലാത്തിലും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഫൈനലായിട്ട് നല്ലൊരു എൻഡിങ് തന്നെയാണ് സീരിയലിന് കൊടുത്തിട്ടുള്ളത്. ഞാൻ അപ്പോൾ ഒരുപാട് സംസാരിച്ചിട്ട് വിഷയം നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ സീരിയലിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ സ്റ്റോറിയിലേക്ക് തന്നെ പോവാം കേട്ടോ. അപ്പം എനിവേ ഒന്നുകൂടെ ഞാൻ പറയാണ്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും വേറൊരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം. ഇതിൻ്റെ കൂടെ വന്ന സബ്സ്ക്രൈബേഴ്സാണ്, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ പറ്റുന്ന ആൾക്കാരൊക്കെ ഞാൻ അടുത്ത പറയുന്ന സ്റ്റോറി ആണെങ്കിലും ഇതിനോടെ അവസാനിപ്പിക്കരുത് എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പം പറ്റുന്ന ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഇനിയും നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പറ്റുന്നവർ കേട്ടോ, ആരും നിർബന്ധിക്കുന്നില്ല. പറ്റുന്നവരൊക്കെ ജസ്റ്റ് കണ്ടു തന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറയാം കേട്ടോ. അപ്പം ഫൈനലി വീട്ടിൽ ചന്ദ്രിക വന്നതിന് ശേഷം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മനോഹരനെയും കൂട്ടിക്കൊണ്ട്. അപ്പം മുത്തശ്ശിയോട് ചന്ദ്രിക അകത്തേക്ക് കയറാൻ പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിലേക്ക് കയറാനുള്ള അർഹത ഇനിയില്ല. നിറഗർഭിണിയായിട്ടുള്ള എന്നെ മുത്തശ്ശൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇവിടെ താമസിപ്പിക്കാൻ പറഞ്ഞത്. അതുപ്രകാരം തന്നെ മുത്തശ്ശൻ ആ ഒരു കാലത്തിൽ എന്നെ ഇവിടെ താമസിപ്പിച്ചതുമാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനോട് ഒട്ടും നന്ദിയുള്ളവളായിരുന്നില്ല. ലക്ഷ്മിയും മഹേന്ദ്രനും ഒരു കുഞ്ഞുണ്ടായ സമയത്ത് എൻ്റെ കൊച്ചുമകൾക്ക്, എൻ്റെ മകളുടെ കുഞ്ഞിന് ആ ഭാഗ്യം ഉണ്ടാവണമെന്ന് കരുതിയിട്ട് ഈ വീട്ടിൽ ആരും തന്നെ അറിയാതെ ലക്ഷ്മി നിന്നെ പ്രസവിച്ച സമയത്ത് നിന്നെ എടുത്തുകൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ നടയിൽ ഉപേക്ഷിച്ചത് ഞാനാണ്. മുത്തശ്ശി അത് പറഞ്ഞു കേട്ടതും ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും കാലം കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ആരാണത് ചെയ്തതെന്ന് ആർക്കും വ്യക്തമല്ലായിരുന്നു. ഒരുവിധം ആൾക്കാരൊക്കെ ശരവണനാണെന്നാണ് കരുതിയിരുന്നതും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവരെല്ലാവരും മുത്തശ്ശിയോട് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. മനോഹരനുൾപ്പെടെ എല്ലാവർക്കും ഇതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. കാരണം മുത്തശ്ശിയാണ് കൊണ്ടുവിട്ടെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൻ്റെ മകൾ മല്ലിക പ്രസവിച്ച മേഘയെ ഞാനിവിടെ ലക്ഷ്മിയുടെ കുഞ്ഞായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അവരന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറയാണ്, എൻ്റെ മകൾ മല്ലികയ്ക്ക് അനുഭവിക്കാൻ പറ്റാത്ത ജീവിതം അവളുടെ കൊച്ചുമകൾ മേഘയ്ക്കെങ്കിലും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നല്ല, അത്യാഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. അവർ കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തുവാണ്. മുത്തശ്ശൻ, അതായത് ത്യാഗരാജൻ, മഹേന്ദ്രൻ്റെ മുഴുവൻ സ്വത്തുക്കൾക്കും മേഘയാണ് അവകാശി എന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുത്തശ്ശി പറയുന്ന ഓരോ വാക്കുകളും എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്തൊരു പ്രകമ്പനം കൊള്ളിക്കുകയാണ്. എത്രത്തോളം നീചമായിട്ടാണ് തങ്ങൾക്കൊപ്പം ജീവിച്ചുകൊണ്ട് ഇവർ ചിന്തിച്ചത് എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, പക്ഷേ ദൈവം കൃത്യസമയത്താണ് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തത്. ഞാൻ എന്തൊക്കെയാണോ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ദൈവം തവിട് പൊടിയാക്കി കളഞ്ഞു. എനിക്കുണ്ടായിരുന്ന അതേ അത്യാഗ്രഹം എൻ്റെ കൊച്ചുമകൾ മേഘയ്ക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ജീവിതത്തിൽ തോറ്റുപോയി. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ ഒന്നിനു മേലെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എനിക്ക് ഈ കുടുംബത്തിലുള്ളവർ എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാൻ ഞാൻ സ്വമനസ്സാലെ വന്നതാണ്. അവർ കരഞ്ഞുകൊണ്ട് കുറ്റസമ്മതം നടത്തുവാണ്. ആ സമയത്ത് എല്ലാവരും ഞെട്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഒരുപാട് പറഞ്ഞ് ബിൽഡപ്പ് ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് കുറച്ച് ഓവറാണെന്ന്. ഇത് തന്നെ ഞാൻ മാക്സിമം ചുരുക്കമാണ്. നിങ്ങൾക്കറിയാമല്ലോ, തമിഴ് സീരിയലൊക്കെ ആകുമ്പോൾ ഇവർക്ക് എക്സ്പ്രഷൻ കുറച്ച് കൂടുതലാണ്.
എല്ലാവർക്കും മുത്തശ്ശി പറയുന്നത് കേട്ട് പുച്ഛം തോന്നുവാണ് അവരോട്. അപ്പോഴും മുത്തശ്ശൻ്റെ മുഖത്ത് പോലും നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് കൈകൂപ്പിക്കൊണ്ട് അവർ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. അപ്പോഴും മുത്തശ്ശൻ ഗൗരവത്തോടെ നിൽക്കുവാണ്. നിങ്ങളുടെ മുഖം നേരിട്ട് വന്ന് കാണാനുള്ള ധൈര്യം പോലും എനിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്രയധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. അതിന് നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും അത് ഞാൻ സ്വമനസ്സാലെ സ്വീകരിച്ചോളാം. എത്ര വലിയ ശിക്ഷയാണെങ്കിലും അത് ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ്. അപ്പോൾ അദ്ദേഹവും അവരുടെ മുഖത്ത് നോക്കാതെ ചോദിക്കുകയാണ്, ചന്ദ്രികയെ കുട്ടിക്കാലത്ത് അപ്പോൾ നീയാണോ മാറ്റിയത്? അതെ, ആ പാപത്തെ ഞാനാണ് ചെയ്തത്. എൻ്റെ ഈ കൈകൊണ്ട് ഞാൻ കുഞ്ഞിനെ മാറ്റിയത് ശരവണന് മാത്രമേ അറിയുള്ളൂ. അവർ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിയിട്ടുണ്ട്. ശരവണനല്ലാതെ മറ്റാർക്കും ആ ഒരു കാര്യം അറിയില്ലായിരുന്നു. അപ്പം അദ്ദേഹം ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പാവം ചെയ്യാൻ എങ്ങനെയാണ് നിനക്ക് മനസ്സ് വന്നത്? നീ മാപ്പിന് പോലും യോഗ്യതയില്ലാത്ത വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. എന്നെക്കൊണ്ട് നിനക്ക് മാപ്പ് തരാൻ സാധിക്കില്ല. ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്നും പിരിക്കുന്നതിനേക്കാളും വലിയ പാപം മറ്റൊന്നുമില്ല. അത്രയും വലിയൊരു പാപമാണ് നീ ചെയ്തത്. താൻ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി അറിയാവുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി മറുത്തൊന്നും പറയുന്നില്ല. അവർ തലതാഴ്ത്തി കുറ്റം ഏറ്റെടുക്കുവാണ്. അപ്പോൾ മഹേന്ദ്രനോട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ മഹേന്ദ്ര, ഈ ഒരു തെറ്റിനുള്ള ശിക്ഷ എന്താണെന്ന് നീയും ലക്ഷ്മിയുമാണ് തീരുമാനിക്കേണ്ടത്. ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അർഹതയും നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് ഉള്ളത്. അപ്പോൾ മഹേന്ദ്രൻ സങ്കടത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം നിങ്ങളെയാണ് ചെറിയമ്മേ ഞാൻ എൻ്റെ അമ്മയായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള നിങ്ങളാണ് ഞങ്ങളോട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതല്ലേ? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു പെണ്ണായി ജനിച്ചിട്ട് മറ്റൊരു പെണ്ണിൻ്റെ വേദന മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങളെക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്? മുത്തശ്ശി അപമാനഭാരത്തെ ചുരുങ്ങി നിൽക്കുവാണ്. കാരണം അത്രയും വലിയൊരു സങ്കടത്തോടു കൂടിയാണ് മഹേന്ദ്രൻ ചോദിക്കുന്നത്. ഒരു പെണ്ണും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്രയും വലിയൊരു തെറ്റാണത്, ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്നും വേർപിരിക്കുക എന്ന് വെച്ചാൽ. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, ലക്ഷ്മി, ഇതിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നീയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ലക്ഷ്മി പറയാണ്, അമ്മ ഇന്ന് അവർ ചെയ്ത തെറ്റ് അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അതുമാത്രം മതി. അത് കേട്ടിട്ട് മുത്തശ്ശിക്ക് തന്നെ അതിശയം തോന്നുവാണ്. അതിലുപരി അവരൊന്നുകൂടി ചെറുതായതുപോലെയാണ് അവർക്ക് തോന്നുന്നത് ലക്ഷ്മിയുടെ ആ വലിയ മനസ്സിന് മുന്നിൽ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇനി നമ്മളായിട്ട് അവർക്ക് ഒരു ശിക്ഷയും കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കാതെ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് തന്നത് നിൻ്റെ വലിയ മനസ്സായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ ബാക്കിയുള്ള കാലം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ബാക്കിയുള്ള ജീവിതം ജീവിക്കാൻ പോവുകയാണ്. വീണ്ടും എല്ലാവർക്കും നേരെ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് എനിക്ക് മാപ്പ് തരണം, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നടന്നതും മനോഹരനൊപ്പം പോവുകയാണ്. അപ്പോൾ പിന്നിൽ നിന്ന് മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്, മരകതം അവിടെ നിൽക്ക്. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുവാണ്. നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നിറഗർഭിണിയായ നിന്നെ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മകൾക്ക് നീയല്ലാതെ മറ്റാരുമില്ല, മരണം വരെ അവളുടെ കണ്ണ് നിറയാതെ നീ നോക്കണമെന്നാണ്. നീ ഇപ്പോൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിട്ട് നിന്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണെങ്കിലും ഞാൻ നിന്റെ അച്ഛന് കൊടുത്ത വാക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തവനായി തീരും. നീ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ മറന്നു കളഞ്ഞു. ഇനി നിനക്ക് ഇവിടെ തന്നെ താമസിക്കാം. അത് കേട്ടപ്പോൾ അവർക്ക് തന്നെ അത്ഭുതമാവുകയാണ്. അവർ സന്തോഷം കൊണ്ടും ആ ഒരു ഇതിൽ അവർ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നുണ്ട്. അതുപോലെ മനോഹരനും ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് കണ്ടിട്ട് മുത്തശ്ശിക്ക് എന്താ പറയേണ്ടത് എന്ന് പോലും അറിയില്ല. അവർ സങ്കടത്തോടു കൂടി മനോഹരനെ നോക്കുവാണ്. പക്ഷേ ചന്ദ്രികയ്ക്കും ലക്ഷ്മിക്കും ജാനകിക്കും ഒക്കെ സന്തോഷമായിട്ടുണ്ട്. ചന്ദ്രിക വേഗം പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി നിങ്ങൾ ഗ്രാമത്തിലൊന്നും പോയിട്ട് കഷ്ടപ്പെടേണ്ട, ഇവിടെ തന്നെ നിൽക്ക്. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ. ഇനി നമ്മൾക്കെല്ലാവർക്കും ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. എല്ലാവരും ഒരിടത്ത് തന്നെ ഉള്ളതല്ലേ നല്ലത്. അകത്തേക്ക് വാ. സിദ്ധുവിനും മഹേന്ദ്രനൊന്നും അതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മടിച്ചു നിൽക്കുന്ന മുത്തശ്ശിയോട് ലക്ഷ്മി തന്നെയാണ് പറയുന്നത്, അമ്മായി വാ, അകത്തേക്ക് വാ. മനോഹര, നീയും അകത്തേക്ക് വാ. അപ്പോൾ അവർ രണ്ടുപേരും മടിച്ചു നിൽക്കുകയാണ്. വേഗം മലര് പോയിട്ട് മുത്തശ്ശിയുടെ കൈ പിടിക്കുന്നുണ്ട്. മുത്തശ്ശി, അകത്തേക്ക് വാ മുത്തശ്ശി ഇനി ഞങ്ങളോടൊപ്പം തന്നെ താമസിക്കണം, വാ മുത്തശ്ശി. അത് കണ്ടിട്ടാണ് സിദ്ധാർത്ഥൻ്റെ മുഖത്ത് വരെ പുഞ്ചിരി വിരിയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും വല്ലാത്ത സന്തോഷമായിട്ടുണ്ടായിരുന്നു മലര് വിളിക്കാൻ വേണ്ടി പോയത് കണ്ടപ്പോൾ. മലറിനോട് അതുവരെ ചെയ്ത ദ്രോഹങ്ങൾ ഓർത്തിട്ട് അവരുടെ കണ്ണ് നിറയാണ്. അവർ വേഗം മലറിനെ കെട്ടിപ്പിടിച്ച് കവിളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ശരി മോളെ, ഞാനും ഇനി മുതൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവാം. അപ്പോഴാണ് മനോഹരൻ പറയുന്നത്, ചേച്ചി കുഞ്ഞിനെ മാറ്റിയ കാര്യം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം ചേച്ചി പറഞ്ഞത് കേട്ട് ഞാനും നിങ്ങൾക്ക് ഇത്രയും കാലം ദ്രോഹം ചെയ്തുകൊണ്ടിരുന്നത്.
എന്നിട്ടും ഇത്രയൊക്കെ ചെയ്ത എനിക്ക് വരെ മാപ്പ് തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരുത്തനായിട്ട് എന്നെയും കണ്ടു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. മുത്തശ്ശി അകത്തേക്ക് വാ, മനോഹര മാമ അകത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞില്ലേ ഇനി എന്താ പ്രശ്നം. അപ്പോൾ അവർ രണ്ടുപേരും കുറ്റബോധത്തോടെയും സങ്കടത്തോടും കൂടിയാണ് അകത്തേക്ക് കയറുന്നത്. കാരണം ഇത്രയേറെ ദ്രോഹങ്ങൾ ഇവർക്കൊക്കെ ചെയ്തിട്ടും ഇവർ വീണ്ടും നല്ല സ്നേഹത്തോടു കൂടിയാണല്ലോ അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നത്. അതേസമയം ശരവണൻ്റെ വീട്ടിലാണെങ്കിൽ അയാൾ ആകെ വിഷമത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അയാൾക്ക് വല്ലാത്ത മനോവിഷമമുണ്ട്. അയാൾ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. എന്നാൽ എൻ്റെ മക്കൾ നന്നായതുമില്ല. ഇപ്പം എൻ്റെ 2 മക്കളും ജയിലിലാവുകയും ചെയ്തു. വലിയ ആളുകൾ പറയുന്നത് ശരി തന്നെയാണ്. ദൈവം മോശമായ ആൾക്കാർക്ക് ഒരുപാട് കൊടുക്കും, പക്ഷേ അവരെ അവസാന കാലത്ത് കൈവിടും. എന്നാൽ നല്ല ആളുകൾക്ക് ഒരുപാട് വേദനകൾ കൊടുത്താലും പക്ഷെ അവസാനം അവർക്കൊപ്പം തന്നെയാണ് ദൈവം ഉണ്ടാവുക. ഞാൻ മോശക്കാരനായതുകൊണ്ട് മാത്രം എൻ്റെ മക്കളിപ്പോൾ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടുവാണ്. ഞാൻ കാരണമാണ് എൻ്റെ മക്കളും മോശമായ വഴിയിലായത്. ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നോ ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ടത്. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ്. മേഘയും സുരേന്ദ്രനും ജയിലിൽ പോയതും സുരേന്ദ്ര മേഘയെ വെട്ടാൻ പോയതും മേഘയാണ് മഹേഷിനെ കൊന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവസാനം അയാൾക്ക് നെഞ്ചുവേദന വരുന്നുണ്ട്. അയാൾ പെട്ടെന്ന് അവിടെ കുഴഞ്ഞു വീഴുവാണ്. പെട്ടെന്ന് പൂജ അച്ഛൻ്റെ ശബ്ദം കേട്ട് താഴേക്ക് വരുമ്പോൾ അയാൾ നിലത്ത് വീണിങ്ങനെ വേദന കൊണ്ട് പുളയുവാണ്. അച്ഛ എന്താ പറ്റിയ അച്ഛ എന്താന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അടുത്ത് വന്നപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോവാം, വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഞാൻ ആംബുലൻസ് വിളിക്കാമെന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം, ഇനി ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ, അവൾ കരഞ്ഞോട് പറയാണ്. പൂജ നീ ഇപ്പം തന്നെ ജോയിൻറ്റ് കമ്മീഷണർക്ക് ഫോൺ ചെയ്ത് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയും. അച്ഛാ ജോയിൻറ്റ് കമ്മീഷണറൊക്കെ ഇപ്പം എന്തിനാ അച്ഛാ, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇപ്പം അദ്ദേഹത്തോട് പറയണം. നീ ഉടനെ ഫോൺ ചെയ്ത് അവരോട് വരാൻ പറയുമോളെ. അപ്പം തന്നെ പൂജ വേഗം കമ്മീഷണറെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയാണ്. അതിനുശേഷം അച്ഛനുള്ള വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ജോയിൻറ്റ് കമ്മീഷണറും ബാക്കിയുള്ള പോലീസുകാരും വരുമ്പോൾ കാണുന്നത് ശരവണൻ വേദന കൊണ്ട് പൊളയുന്നതാണ്. എന്താ മോളെ നീ ചെയ്യുന്നത്? ഇത്രയും വേദന എടുത്ത് പൊളയുന്ന ഈ മനുഷ്യനെ വെച്ചുകൊണ്ട് നീ വെള്ളം കൊടുത്തിരിക്കുകയാണോ? പെട്ടെന്ന് തന്നെ ആംബുലൻസിനെ വിളിക്കാൻ നോക്ക്. അപ്പോൾ ശരവണൻ തന്നെയാണ് പറയുന്നത്, വേണ്ട സർ, ഞാൻ ജീവനോടെ ഉണ്ടായിട്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. എന്നിട്ടും അയാൾ വേദനയോട് പറയുന്നുണ്ട്, സർ എനിക്ക് എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് ഒരു സത്യം നിങ്ങളോട് പറയണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ മരണമൊഴിയായി കണ്ടിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇൻസ്പെക്ടറോട് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയാണ് കമ്മീഷണർ. ഇൻസ്പെക്ടർ ക്യാമറ ഓണാക്കിയ സമയത്ത് ശരവണൻ സംഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞ് പറയാണ്. സംഭവം നടന്ന അന്ന് മഹേഷിൻ്റെ തലയ്ക്ക് അടിച്ചതിന് ശേഷം മേഘ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അതിനുശേഷവും മഹേഷ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. മേഘയെ അന്വേഷിച്ചിട്ട് പോയ ഞാൻ മഹേഷിനെ ജീവനോടെ അവിടെ കണ്ടു. മേഘ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ചന്ദ്രിക ജയിലിലേക്ക് പോവണം. അതുകൊണ്ട് ഞാനാണ് മേഘ അവിടെ ഇട്ട ആ ഇരുമ്പ് പൈപ്പ് വെച്ച് മഹേഷിൻ്റെ തലക്കടിച്ച് അവനെ കൊന്നത്. ശരവണൻ പറഞ്ഞത് കേട്ട് പൂജ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ജോയിൻറ്റ് കമ്മീഷണർ പോലും അമ്പരന്ന് നിൽക്കുവാണ്. പക്ഷെ ഒരാൾ അയാളുടെ മരണമൊഴിയായിട്ട് പറയുന്ന കാര്യമാണ്, അതുകൊണ്ട് ഇത് അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ശരവണൻ വിറച്ച് പറയുന്നുണ്ട്, അതിനുശേഷം ആ ഇരുമ്പ് പൈപ്പിലുണ്ടായിരുന്ന ഫിംഗർ പ്രിൻ്റ് ഞാൻ മായ്ച്ചു കളഞ്ഞു. ചന്ദ്രിക മഹേഷിനെ കൊന്നതുപോലെ ആക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അവിടെ വന്ന പോലീസുകാർ ചന്ദ്രികയാണ് മഹേഷിനെ കൊന്നതെന്ന് കരുതിയിട്ട് ചന്ദ്രികയെ അറസ്റ്റ് ചെയ്തു. മഹേഷിനെ കൊന്നത് ഞാൻ മാത്രമാണ്. ഇതാണ് സത്യം. ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ മകൾ മേഘ ശിക്ഷ അനുഭവിക്കാൻ പാടില്ല. എൻ്റെ ഈ മരണമൊഴി കോടതിയിൽ സമർപ്പിച്ച് മേഘയെ പുറത്തേക്ക് വിടണം. മേഘയെ വെറുതെ വിടണം. അയാളിങ്ങനെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അയാൾക്ക് നന്നായിട്ട് വേദന കൂടിയിട്ടുണ്ടായിരുന്നു. മേഘയെ വെറുതെ വിടണം അതും പറഞ്ഞ് അവസാനം അയാൾ അവിടെ മരിച്ചു വീഴുകയാണ്. പൂജ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട് അച്ഛാന്നൊക്കെ. പക്ഷേ ശരവണൻ്റെ ശരീരം മരിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരും അത് കൺഫേം ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് 1 വർഷത്തിന് ശേഷം എന്നൊരു എഴുത്തോടു കൂടിയാണ്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചന്ദ്രികയുടെ 7ാം മാസത്തെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വളകാപ്പ് ചടങ്ങ്. അപ്പോൾ എല്ലാവരും ചന്ദ്രികയെ അനുഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയും മനോഹരനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ മലര് ഇങ്ങനെ അമ്മയ്ക്ക് എല്ലാവരും പൂജയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ മലരും ചോദിക്കുന്നുണ്ട്, ഞാനും അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ. ചന്ദ്രിക മകളെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, അമ്മ. അവിടെ എത്തിയിട്ട് നോക്കുന്ന സമയത്ത് ലക്ഷ്മി മേഘയെ കണ്ടതും വല്ലാതെ സന്തോഷിക്കുകയാണ്. അവർ വേഗം മേഘയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ മേഘ സന്തോഷത്തോടെ പറയാണ്, അമ്മ, മഹേഷിനെ കൊന്നത് ഞാനല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് കോടതി എന്നെ വെറുതെ വിട്ടു. മഹേഷിനെ ശരിക്കും ഞാനല്ല കൊന്നത്, മഹേഷിനെ നീയല്ല കൊന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം മേഘ.
ലക്ഷ്മിയും സന്തോഷത്തോടെ പറയാണ്. ആ സത്യം അറിഞ്ഞതിന് ശേഷമാണ് വീട്ടിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമായത്. വാ, നീ അകത്തേക്ക് വാ. ഇല്ല വേണ്ട അമ്മ, അച്ഛന് എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. അച്ഛന് നിന്നോട് ദേഷ്യം ഒന്നുമില്ല. നീ ആദ്യം അകത്തേക്ക് വാ. പിന്നെ മേഘ, ഇന്ന് ചന്ദ്രികയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുവാണ്, നീയും വന്ന് പങ്കുചേര്. ആഹാ, അങ്ങനെയാണോ? ചന്ദ്രികയുടെ വളകാപ്പ് ചടങ്ങാണോ ഇന്ന്? മേഘയും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. അതേ മേഘ, നീ അകത്തേക്ക് വാ. മേഘ വേഗം ലക്ഷ്മിക്കൊപ്പം അകത്തേക്ക് പോകുന്ന സമയത്ത് ചന്ദ്രികയ്ക്ക് ഓരോ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേഘയെ കണ്ടതും സന്തോഷത്തോടു കൂടി ചന്ദ്രിക വേഗം എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധു വേഗം അവളുടെ കൈകൾ പിടിക്കുകയാണ്. കാരണം 7-ാം മാസം ആയതുകൊണ്ട് അവൾക്ക് അത്യാവശ്യം വയറുള്ളതുകൊണ്ട് എഴുന്നേക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചന്ദ്രിക ശ്രദ്ധിച്ച്. മേഘ സങ്കടത്തോടെ പറയാണ്, ചന്ദ്രിക, നിന്നോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വന്നത്. എനിക്ക് നീ മാപ്പ് തരണം. എന്ന് നീ ചെയ്ത തെറ്റുകളൊക്കെ നീ മനസ്സിലാക്കിയോ? അന്ന് തന്നെ ഞാൻ നിനക്ക് മാപ്പ് തന്നതാണ്. ഞാൻ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് മാപ്പ് തന്നിട്ടുണ്ട്. ഇനിമേ നിനക്ക് ഒരു കുറ്റബോധവും വേണ്ട. ഈ ഒരു നല്ല മനസ്സ് നിനക്കുള്ളത് കൊണ്ടാണ് നീ എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നത്. മേഘ സങ്കടത്തോടെ പറയാണ്. ദൈവം നിനക്ക് ഒരിക്കലും ഒന്നിനും ഒരു കുറവും വരുത്തില്ല. നീ എപ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ തന്നെ ആയിരിക്കും ചന്ദ്രിക ജീവിക്കുക. ചന്ദ്രിക, നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ നിനക്ക് വളകാപ്പ് ചടങ്ങ് നടത്തട്ടെ ചന്ദ്രിക. ഏയ്, ഇതൊക്കെ എന്തിനാ ചോദിക്കാനുള്ളത്? വാ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക പോയിട്ട് അവിടെ ഇരിക്കുകയാണ്. മേഘ ചന്ദ്രികയ്ക്ക് വളകാപ്പ് ചടങ്ങ് നടത്തിയതിന് ശേഷം നേരെ മഹേന്ദ്രൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എനിക്ക് മാപ്പ് തന്നൂന്ന് ഒരു വാക്ക് പറഞ്ഞൂടെ അച്ഛാ? ഇന്ന് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ഞാൻ മനസ്സിലാക്കി. എപ്പോൾ നീ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി നീ മാപ്പ് ചോദിച്ചോ, ആ നിമിഷം തന്നെ ഞാൻ നിനക്ക് മാപ്പ് തന്നു കഴിഞ്ഞതാണ്. ഇത് മതി അച്ഛാ, എനിക്കിത് മതി. മഹേന്ദ്രൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി മേഘ പറയാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ഒക്കെ സന്തോഷമായിട്ടുണ്ടായിരുന്നു. മേഘ അവളുടെ തെറ്റുകളൊക്കെ തിരുത്തി മാറിയല്ലോ. അപ്പോൾ മഹേന്ദ്രനോടായിട്ട് മേഘ പറയുന്നുണ്ട്, അമ്മ, ഇന്ന് രാത്രി ഞാൻ മനീഷിനൊപ്പം ലണ്ടനിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ പോയി സെറ്റിലാവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സങ്കടമുണ്ട്, മുത്തശ്ശിയും മനോഹരനും ഒക്കെ. എന്താ ചേച്ചി മേഘ ഈ പറയുന്നത്? അപ്പോൾ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്, എന്താ മേഘ നീ പറയുന്നത്? അതേ അമ്മ, അദ്ദേഹത്തിന് അവിടെ വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോവാം എന്നാണ് തീരുമാനിച്ചത്. എങ്ങനെയായാലും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ലക്ഷ്മി പറഞ്ഞത് കേട്ട് മേഘയും പുഞ്ചിരിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മനീഷ് ഒരു കൈക്കുഞ്ഞുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഒപ്പം പ്രിയയും ഉണ്ടായിരുന്നു. മനീഷിൻ്റെ കയ്യിൽ കുഞ്ഞിനെ കണ്ടപ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കുവാണ്. മനീഷാണെങ്കിൽ നിറഞ്ഞ ചിരിയോടെയാണുള്ളത്. മനീഷിനെ കണ്ടതും എല്ലാവർക്കും സന്തോഷമുണ്ട്. മനീഷ് അകത്തേക്ക് കയറി വന്നപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഓ, കുഞ്ഞിനെ എടുത്തിട്ടാണോ വന്നത്? അയ്യോടാ എന്നൊക്കെ പറഞ്ഞിട്ട് മേഘ കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രനും ലക്ഷ്മിക്കും നേരെ കാണിച്ചുകൊണ്ട് പറയാണ്, ഇത് എൻ്റെ കുഞ്ഞാണമ്മ. അത് കേട്ട് എല്ലാവർക്കും അതിശയാവുകയാണ്. സിദ്ധാർത്ഥിൻ്റെ പേരിൽ മുൻപ് കുറ്റാരോപിച്ച ആ ഒരു കുഞ്ഞായിരുന്നു അത്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ് മേഘയുടെ കുഞ്ഞാണെന്ന് കേട്ടപ്പോൾ. മുത്തശ്ശിക്കും മനോഹരനും ഒക്കെ ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ കുഞ്ഞാണെന്നോ? അതേ അമ്മ, ജയിലിലുള്ളപ്പോഴാണ് ജനിച്ചത്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പാവം ഇവളും എൻ്റെ കൂടെ ജയിലിൽ ജീവിക്കേണ്ടി വന്നു. ഞാൻ ഇങ്ങനെ മാറിയതിൽ ഇവൾക്കും ഒരു വലിയ പങ്കുണ്ട്. എന്നിട്ട് ചന്ദ്രികയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പറയാണ്, ഇന്നാ ചന്ദ്രിക, കുഞ്ഞിനെ എടുത്തോ. ചന്ദ്രിക ശ്രദ്ധിച്ച് സിദ്ധു പറയുന്നുണ്ട്. ചന്ദ്രിക കുഞ്ഞിനെ എടുത്തിട്ട് നന്നായിട്ട് ലാളിക്കുകയാണ്. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, കുഞ്ഞ് നിന്നെപ്പോലെയാണ് മേഘ, നല്ല സുന്ദരിയാണ്. മുത്തശ്ശിക്കൊക്കെ കാണാനുള്ള ആഗ്രഹം ഇങ്ങനെ ഉണ്ടായിരുന്നു. അവരെ കേന്തി വലിഞ്ഞ് നോക്കുവാണ്. എന്നിട്ട് മനോഹരനോട് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോളുടെ കുഞ്ഞ് ദേവതയെ പോലെയുണ്ട്. എൻ്റെ കണ്ണ് തന്നെ കുഞ്ഞിന് പെടുന്ന തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അതിനുശേഷം മേഘ ചന്ദ്രികയോട് കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോഴാണ് ചന്ദ്രിക ചോദിക്കുന്നത്, മേഘ, കുഞ്ഞിനെന്താ പേരിട്ടത്? നീ ഒന്ന് പറഞ്ഞു നോക്ക്, ചന്ദ്രികയോട് പറയാണ്. അപ്പോൾ മുത്തശ്ശിയും മനോഹരനൊക്കെ പരസ്പരം നോക്കുന്നുണ്ട്. ലക്ഷ്മിയും ചോദിക്കുകയാണ്, മേഘ, എന്താ കുഞ്ഞിന് പേരിട്ടത്? മേഘ പുഞ്ചിരിച്ചുകൊണ്ട് മനീഷിനെ നോക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, മേഘ, എല്ലാവരും ആഗ്രഹത്തോടെ ചോദിക്കുകയല്ലേ, എന്താ കുഞ്ഞിൻ്റെ പേര്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പേര് തന്നെയാണ് ഇട്ടത്. അതെന്ത് പേരാ മേഘ? മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ചന്ദ്രിക എന്നാണ് പേരിട്ടത്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയാവുകയാണ്. അതും മേഘ അവളുടെ കുഞ്ഞിന് ചന്ദ്രിക എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഏയ്, ചന്ദ്രിക എന്നാണ് പേരിട്ടതെന്നോ? സിദ്ധു അതിശയത്തോട് ചോദിക്കുകയാണ്. അതെ, എൻ്റെ മോൾക്ക് ചന്ദ്രിക എന്നാണ് പേരിട്ടത്. ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചന്ദ്രികയാണ്. അന്ന് ചന്ദ്രിക ഞങ്ങളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പേരും അന്ന് തന്നെ അവസാനിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് ചന്ദ്രിക എന്ന് പേരിട്ടത്. മാത്രമല്ല, എൻ്റെ മോള് എന്നെപ്പോലെ ആവരുതെന്നും ചന്ദ്രികയെ പോലെ ആവണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രിക എന്ന് പേരിട്ടത്. ലക്ഷ്മി വേഗം കുഞ്ഞിനെ വാങ്ങിക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ നോക്കിയിട്ട് വിളിക്കുന്നുണ്ട്, ചന്ദ്രിക, മോളെ ചന്ദ്രിക. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്കാണ് കൊണ്ടുകൊടുക്കുന്നത്. അവരും കുഞ്ഞിനെ ആവോളം ലാളിക്കുകയാണ്.
എന്നിട്ട് കൊഞ്ചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ചന്ദ്രികയെ പോലെ നീയും വളർന്നു വലുതായ വലിയ ആളായിട്ട് മാറണം. ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മേഘ, ഇനി അങ്ങോട്ട് നിൻ്റെ ജീവിതം ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരിക്കും. അതേപോലെ തന്നെ നിൻ്റെ ജീവിതവും സന്തോഷം നിറഞ്ഞതായിരിക്കും ചന്ദ്രിക. അതിനുശേഷം മുത്തശ്ശിയോട് യാത്ര ചോദിക്കുകയാണ്. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി. അത് കേട്ടത് അവർക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, മേഘ, നിന്നെ പിരിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എന്ന് എനിക്കറിയില്ല. കരയരുത് മുത്തശ്ശി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. എന്നെ സന്തോഷത്തോടെ യാത്രയാക്ക്. ശരി മോളെ. മാമ, മുത്തശ്ശിയെ നന്നായിട്ട് നോക്കണം. ശരി മേഘ, ഞാൻ നന്നായിട്ട് നോക്കും. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര ചോദിച്ചിട്ട് മേഘ അവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്രിക പെട്ടെന്ന് വിളിക്കുന്നുണ്ട്, മേഘ എന്താ, ഒരു നിമിഷം. എന്നിട്ട് അവൾ മെല്ലെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് മേഘയുടെ അടുത്ത് പോയിട്ട് അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ചെയിൻ ഊരിയിട്ട് മേഘയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മേഘയോട് പറയുന്നുണ്ട്, ഈ ചെയിൻ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുഞ്ഞിൻ്റെ കഴുത്തിൽ എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് മേഘയുടെ കുഞ്ഞിൻ്റെ കഴുത്തിൽ അത് കെട്ടിക്കൊടുക്കുവാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി യാത്ര ചോദിച്ചിട്ട് മേഘ പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വരാമെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടാണ് മേഘ പോകുന്നത്. മേഘയെ യാത്രയാക്കാൻ വേണ്ടി ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദൂരത്തോട്ടേക്ക് പോയെങ്കിലും വീണ്ടും പ്രിയ ഓടി വന്ന് മലറിനെ കെട്ടിപ്പിടിക്കുകയാണ്. മലര് ചെറിയൊരു വിഷമത്തോട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് തിരിച്ചു വരിക പ്രിയ? അപ്പോൾ മേഘയും മനീഷും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മേഘ മലറിനോട് പറയുകയാണ്, അടുത്ത വർഷം തീർച്ചയായിട്ടും വരും. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് മേഘയും മനീഷും പ്രിയയും കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണ്. അവർ കാറിനടുത്തെത്തിയ സമയത്ത് എല്ലാവരും വീണ്ടും വിളിച്ചിട്ട് കൈവച്ചിട്ട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അയക്കുന്നിടത്തായിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കുറച്ചൊരു ഡ്യൂറേഷൻ ഉണ്ട്. ഒന്നാമത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ഞാൻ തന്നെ സംസാരിച്ചല്ലോ, അതിൻ്റെ ഒരു ഡ്യൂറേഷനും കൂടി ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് വൈകിപ്പിക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തമിഴ് സീരിയലായതുകൊണ്ട് തന്നെ ചന്ദ്രികയുടെ പേര് ചെല്ലമ്മ എന്നാണല്ലോ. അപ്പോൾ അതിങ്ങനെ തിരുത്തി പറയാന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ഇടയ്ക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. എത്ര ആളുകൾ ഇത് അവസാനം വരെ കാണുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി പുതിയ ഏതെങ്കിലും ഒരു കഥയായിട്ട് ഞാൻ വരാം കേട്ടോ. എനിക്ക് മഴയത്ത് മുമ്പേ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടല്ലോ, അത് പറയണമെന്നാണ് ആഗ്രഹം. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ റിക്വസ്റ്റ് പോലെ തന്നെ എന്നെക്കൊണ്ട് ആവുന്നത് പോലെ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ അമ്മ മനസ്സിൻ്റെ ഈ ഒരു കഥ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എനിവേ, ഒന്നുകൂടെ എനിക്ക് ഈ അമ്മ മനസ്സ് പറഞ്ഞ സീരിയലിനോട് ഭയങ്കര ഇഷ്ടമാണ്. സീരിയലിൻ്റെ സ്റ്റോറിയോടാണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഈ കഥ കണ്ടിട്ട് എനിക്ക് ഇത്രയേറെ ആരാധകരെയും അതുപോലെ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂസിനെയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സീരിയലാണ്. അപ്പോൾ ഒന്നുകൂടെ ബൈ.